ചാവക്കാട് മണത്തലയിൽ കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നിടത്ത് വിള്ളൽ രൂപപ്പെട്ടത്. 50 മീറ്ററോളം ദൂരത്തുണ്ടായ വിള്ളൽ പാറപ്പൊടിയിട്ട് അടച്ച ശേഷം മുകളിലൂടെ ടാർ ചെയ്തു. പ്രശ്നം പരിഹരിച്ചെന്നാണ് ദേശീയപാത അതോറിറ്റി ഏർപ്പാടാക്കിയ കരാർ കമ്പനിയുടെ വിശദീകരണം. ഒരു മഴ പെയ്താൽ ദേശീയപാതയോരത്തെ വീടുകളിൽ വെള്ളം കയറും. തെക്കുന്നും വടക്കുന്നും പിന്നെ മേലെന്നും ഈ ഹോളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളം ഡംപ് ചെയ്യാണ്. വെള്ളം അങ്ങനെ നിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാഹനങ്ങൾ പോകുമ്പോൾ തിര അടിക്കണ പോലെയാണ് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ 4 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കുക ഉറങ്ങാതെ. നമ്മളിത് അനുഭവിച്ചിട്ട് ആദ്യമായിട്ടല്ല ഇത് അനുഭവിക്കുന്നത്. അപ്പം നമുക്കിത് ഭയങ്കര ടെൻഷനല്ല. ഉറങ്ങിയിട്ട് 4 ദിവസമായി എന്ന് പറഞ്ഞാൽ മതി. കണ്ണൂർ കുപ്പത്ത് മണ്ണിടിഞ്ഞ പ്രദേശത്ത് നാട്ടുകാരുടെ ആശങ്ക അകലുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലിക പരിഹാരം പോലും ഉണ്ടായിട്ടില്ല. ചില ഉറപ്പുകൾ മാത്രമാണ്. ദേശീയപാത അതോറിറ്റി നൽകിയ ഉറപ്പുകൾ ലംഘിച്ചാൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. 27-ാം തീയതിക്കുള്ളിൽ നമുക്ക് താൽക്കാലികമായിട്ടില്ല വെള്ളത്തിനും ചളിക്കും പോകാനില്ല വഴിയും പിന്നെ നമ്മളെ ഡ്രെയിനേജ് കുറച്ച് ആഴത്തിലെടുക്കാനും അതെല്ലാം ഇന്നലെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി വരെ നമ്മൾ സമരമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും നാട്ടുകാർ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളേതായ രീതിയിലുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് മഴ മാറി നിന്നത് പ്രദേശവാസികൾക്ക് ആശ്വാസമായി. പിലാത്തറയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിർമ്മാണ കമ്പനി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന്റെ ചില്ല് പ്രവർത്തകർ തകർത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ, കണ്ണൂർ.